യുവേഴ്സ് ഫാമിലി ഇപ്പം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ എന്തുകൊണ്ട് അവരുടെ അമ്മയുണ്ടെങ്കിൽ റിട്ടയർഡ് ഹോമിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 30 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണാൻ എന്താണ് സംഭവം എന്നറിയാത്തവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. യുവേഴ്സ് ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അവരുണ്ടെങ്കിൽ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മയുണ്ടെങ്കിൽ റിട്ടയർഡ് ഹോമിലുണ്ടെങ്കിൽ പോയി കാണുന്ന വീഡിയോ ആണ്. കൊച്ചു മക്കളെയൊക്കെ കാണിക്കാൻ വേണ്ടി, അതായത് അവരെ മക്കളെ കാണിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്നൊരു വീഡിയോ ആണ്. അതെടുത്ത് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസാണ് അവർക്കെതിരെ വന്നുകൊണ്ടിരുന്നത്. മെയിനായിട്ടുള്ളൊരു കാരണം സ്വന്തം അമ്മയുണ്ടെങ്കിൽ ഇത് കണക്ക് റിട്ടയർഡ് ഹോമിലൊക്കെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, കാണുന്നവരെല്ലാവരും അത് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് സ്വന്തം അമ്മയെ നോക്കാൻ പറ്റുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് കമൻസും അതുപോലെ തന്നെ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരുന്നത് ആൾക്കാരെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലും എല്ലാം ഇവർക്കെതിരെ വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയുമായിട്ടാണ് ഇവരെന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അമ്മയ്ക്ക് 2 മക്കളാണ്. അതിൽ ആ മോളെയാണ് ഇപ്പം വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മോള് കുവൈറ്റിലാണ്, മോനാണെങ്കിൽ UK-യിലാണ്. അച്ഛനുണ്ടെങ്കിൽ, അതായത് ഈ ഒരു അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയ സമയത്ത് മക്കളുടെ കൂടെ 6 മാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമായിരുന്നു. കുവൈറ്റിലും ലണ്ടനിലൊക്കെ മാറി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫാമിലി വിസയൊക്കെ കിട്ടാൻ രണ്ടിടത്തും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുവൈറ്റിലാണെങ്കിലും അതുപോലെ തന്നെ UK-യിലാണെങ്കിലും അങ്ങനെ മാറിയും തിരിഞ്ഞും നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം ഈ ഒരു കോവിഡൊക്കെ വരുന്ന സമയമായപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഒരു വിസയുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ആ അമ്മയുണ്ടെങ്കിൽ എന്ത് ചെയ്തു, നാട്ടിലുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഹോം നേഴ്സിനെയൊക്കെ വെച്ച് കൊടുത്തെങ്കിൽ പോലും അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകുന്നില്ലായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്, ഇവരെ വിളിച്ച കാര്യങ്ങൾ പറയുന്നുണ്ടോ, ഇവരുമായിട്ട് നിൽക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ മക്കൾ തീരുമാനം എടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടിന് വേണ്ടി ഒരു കല്യാണം കഴിപ്പിച്ചാലോ എന്ന് വരെ റെഡിയാവുന്നു. അത് അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും അതിന് വരെ റെഡിയാവുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അമ്മയ്ക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് അവർ റിട്ടയർഡ് ഹോമിൽ കൊണ്ടാക്കിയെന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോളൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫാമിലി വിസയൊക്കെ കിട്ടാൻ വേണ്ടി. പക്ഷേ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടുന്നേ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് കുവൈറ്റിൽ കിട്ടുന്നേ ഇല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ കിട്ടിയ സമയത്ത് അമ്മയുണ്ടെങ്കിൽ കുവൈറ്റിൽ കൊണ്ട് ചെല്ലി, അതുപോലെ തന്നെ അവിടെയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മയെ കൂടെ നിർത്താൻ പറ്റാത്തതെന്നുള്ളൊരു കാര്യം ഈ മക്കൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും അമ്മയെ കളഞ്ഞതോ ഒന്നും തന്നെ അല്ല എന്നാണ് അവർ പറയുന്നത്.